എന്റെ മോനെ സത്യം ഞാൻ അഭിനയിച്ചുകൊണ്ടേ എന്റെ ഭാഗം കിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ചിരിച്ചിട്ടൊരു പടം കണ്ടിട്ടില്ല. ആ കുട്ടികളൊക്കെ എന്ത് രസമായിരിക്കുന്നു. സാഗർ സൂര്യ, ഗണപതി, മറ്റദ്ദേഹത്തിന്റെ പേരുന്ന ഇവരെല്ലാവരും കൂടെ വയസ്സുകാലത്തൊക്കെ ഇങ്ങനെ ചിരിക്കാനൊരു അവസരം കിട്ടാന്ന് വലിയ സന്തോഷമാണ്. പിന്നെ അമ്മച്ചി ഒട്ടും മോശമല്ല, ചമ്പോത്തമ്മ കെട്ടിയൊരു ഗോവയിൽ പോയപ്പോൾ അവിടെ പോയി ഇവിടെ അങ്ങനത്തെ നല്ല പടമുണ്ട്. വിജേഷിനെയാണത്. വിജേഷും കാരണം വെച്ചാൽ അതിങ്ങനെ ഒരു കഥ സങ്കല്പിച്ച് ഉണ്ടാക്കി അതിത്ര ഭംഗിയായിട്ടൊരു തിരക്കഥ ഉണ്ടാക്കുക, അതിങ്ങനെ മനോഹരമായിട്ടൊരു സിനിമയാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗംഭീരമായിരുന്നു. എനിക്ക് അടുത്ത കാലത്ത് കണ്ടിട്ട് മനസ്സിന് തൃപ്തിയായിട്ട് നമ്മൾ ഇറങ്ങുമല്ലോ ഒരു പടം. അതിന് സത്യം പറയണമെങ്കിൽ പ്രകമ്പരം രാജു കാണും. ഹൈദരാബാദിലുണ്ട്. എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, രാജുവോട് ആദ്യം വിളിച്ച് പറഞ്ഞത് ഭയങ്കര റിപ്പോർട്ടറാണ് അമ്മയുടെ സിനിമയെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കോണറൊക്കെ പൊക്കി ഒരു വീഡിയോ ഒക്കെ ആക്കിയിട്ടുണ്ട്. ഇന്ദ്രനും അതെ, ഇന്ദ്രൻ വന്നിട്ടുണ്ട്. നാളെ ഇവിടെ തന്നെ എറണാകുളത്ത് കാണും പടം. രാജമൗലി, അതായത് ഇവിടെ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു നോബഡി. അത് കഴിഞ്ഞിട്ട് നേരെ രാജമൗലി സാറിൻ്റെ പടം. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വരുമെന്ന് പറഞ്ഞു. എന്താണ് മറ്റേ ഖലീഫ. പിന്നെ അത് പറയും, പോകുന്നത് പറയും. പോയി കഴിഞ്ഞ് കിട്ടാൻ വലിയ പടം കേട്ടോ. അവന് ഷൂട്ടിങ് കഴിയുമ്പോൾ 12 മണി വരും ഇവിടെ. അപ്പോൾ ഞാനിവിടെ 3 ഉറക്കം കഴിയും. അത് പിന്നെ പോകുന്നതല്ല എപ്പോഴും പറയും. അമ്മയിന്ന് ഞാൻ പോകുന്നത് ഹൈദരാബാദിലേക്കാണ്. അത് കഴിഞ്ഞ് ഞാൻ കോഴിക്കോട് വരും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിയിലുണ്ടെന്ന് തോന്നിയതൊക്കെയോ ഷൂട്ടിങ്. ഏപ്രിൽ മെയ് ഒക്കെ കൂടുതലും കൊച്ചിയാണെന്നാണ് പറഞ്ഞത്. വരാനിരിക്കുന്ന പടങ്ങളൊക്കെ ഭയങ്കര വലിയ പടങ്ങളാണല്ലോ. ഖലീഫ, നോബഡി, രാജമൗലി 2027 പക്ഷേ ഇതിന് സെറ്റിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ ഞാനോ സെറ്റിൽ പോകേയില്ല. നല്ലൊരു പരിപാടി. കാരണം നമ്മളിത് കണ്ടല്ലേ മോനെ ഇത്ര കൊണ്ട് ജീവിച്ചേ. അവിടെ ചെന്നിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇപ്പം തന്നെ ഞാനൊന്ന് കുറേ നാളായി കണ്ടിട്ട് ഞാൻ നോബഡിയുടെ സെറ്റിൽ പോയി. അയ്യോ പാവം, അവനവിടെ ഷോട്ട് അതിൻ്റെ ഇടയ്ക്ക് ഓടി വരണം. നമ്മൾ അറിയോണ്ട് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കാൻ പോകുന്നത് അല്ലേ? അത് ഞാൻ അങ്ങനെ പാടില്ല. നിങ്ങൾ എത്ര സെറ്റിൽ എന്നെ കണ്ടിട്ടുണ്ട് പറയും. എന്തെങ്കിലും വല്ല ഈ പറഞ്ഞിട്ട് പിറന്നാൾ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസമൊക്കെ വരുമ്പോൾ വല്ല ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ഞാൻ എൻ്റെ പ്രസാദമൊക്കെ ആയിട്ട് അങ്ങനെ അടുത്തുണ്ടെന്ന് അറിഞ്ഞാലൊന്ന് പോകും. ഇല്ലെങ്കിൽ ഫോണിൽ കൊടുത്തിട്ടില്ല. പുതിയ പിള്ളേരൊക്കെ എങ്ങനെയുണ്ട്? അതാ ഞാൻ പറഞ്ഞേ, എന്തൊരു സന്തോഷം എനിക്ക്. സെറ്റിലോ ഈ പിള്ളേരല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു. ഇവരുടെ കൂടെ അഭിനയിച്ചാലാണ് നമ്മൾ വയസ്സായത് തോന്നുന്നില്ല. നല്ല ചെറുപ്പമെന്ന് വിചാരിക്കുക നമ്മൾ. അങ്ങ് കിടന്നുള്ള അസാധ്യം. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ആത്മാർത്ഥമായിട്ട് ഒരു അമ്മയുടെ സ്ഥാനത്ത് പറയാണ്, ഇങ്ങനത്തെ കുട്ടികൾ വന്ന് അഭിനയിച്ച പടങ്ങൾ ഇതുപോലെ നിങ്ങളൊക്കെ ഓടിക്കാൻ ശ്രമിക്കണം ഹിറ്റായിട്ട്. എന്താ അറിയോ, അപ്പോഴേ ഇൻഡസ്ട്രി വളരുള്ളൂ. പോലെ ഏതെങ്കിലും 5-10 സൂപ്പർ താരങ്ങളുടെ കയ്യിലല്ല സിനിമ. ഇതിൻ്റെ പിന്നിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലേ. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് പടങ്ങൾ വരിക, പടങ്ങളൊക്കെ വലിയ പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ഓടുക. അപ്പോൾ ഇതൊക്കെ എന്തൊരു സന്തോഷമാണെന്നല്ല ചോദിക്കും. ഇതുപോലെയൊക്കെ എല്ലാ പടവും ഓർഡർ ഇതുപോലെയുള്ള മിടുക്കന്മാർ പിള്ളേരെ ഇവിടെ വളർത്തണം. അതാണ് എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞ. എല്ലാം വലിയ സന്തോഷം നിങ്ങളെയൊക്കെ കൂടെ കണ്ടപ്പോൾ. ഇത് എങ്ങനെ വന്നെല്ലാവരും കൂടെ പടം കണ്ടോ? ശരി, എന്നാ ഞാൻ പോട്ടെ. ശരി.